ഇന്നത്തെ എപ്പിസോഡിലാണ് എനിക്ക് തോന്നുന്നു വന്നതിന് ശേഷം ഒരു ട്വിസ്റ്റ് സായി നടത്തി വിട്ടത് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇന്നത്തെ ഒരു എപ്പിസോഡിലാണ്. അതെന്തായാലും കൊള്ളായിരുന്നു. അത് ബാക്കിയുള്ളവരെല്ലാവരും സായിയുടെ ആ വഴി പിടിച്ച് നേരെ മാറിപ്പോകുന്ന ഒരു സാധനം ഞാൻ കണ്ടു. ഇപ്പം ഏറ്റവും ദ ബെസ്റ്റ് സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് എനിക്കത്. ഈ ഒരു സീസൺ 6 ഡെയിലി ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന വ്യക്തിയുള്ളത്. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 72. അപ്പൊ ഈ 72ാം എപ്പിസോഡിന്റെ റിവ്യൂവിന്റെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാനിന്ന് പറയുന്നതായിരിക്കും. എക്സ്ക്ലൂസീവായിട്ട് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. ഇത് അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ ഒരു സാധനം പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നന്ദനത്തിനകത്തെ ഒരു പാട്ടൊക്കെ ഇട്ടാണ്. അപ്പോൾ പാട്ടൊക്കെ ഇടുന്നു, ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് അവിടെ താഴെ ലാസ്റ്റ് തീരാറാകുമ്പോഴത്തേക്ക് താഴെ വീഴുന്ന ജസ്റ്റ് താഴെ കിടക്കുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. സായി താഴെ കിടക്കുമ്പോൾ ഈ സായിയുടെ പുറത്തേക്ക് നമ്മുടെ അർജുന ആരൊക്കെയോ അതിന്റെ മേളിലേക്ക് സായിയുടെ പുറത്തേക്ക് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, സായിക്ക് തീരെ വയ്യ, നടുവിന് എന്തോ പ്രശ്നമുള്ള ഒരാളാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് സായി അവിടെ കിടക്കുമ്പോൾ ബാക്കിയുള്ള ഒരു സായിയുടെ, അതായത് ഒരാളെന്തോ ഉള്ളു, അർജുന എന്ന് എനിക്ക് തോന്നുന്നത്, പുറത്ത് കയറി കിടക്കുന്ന പരിപാടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒന്നാമത് ബിഗ് ബോസിനകത്ത് കുറെ ഉഡായ്പകൾ ഉണ്ട് എന്നിപ്പോ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെയും നമുക്കൊരു ഡൗട്ടാണ്. ഈ സായിയുടെ വയ്യാഴിക എന്നൊക്കെ പറഞ്ഞ് സായിയെ 2-3 ദിവസം പുറത്തേക്ക് കൊണ്ടുപോയതുമൊക്കെ നീ വേറെന്തെങ്കിലും ഉഡായ്പാണോ എന്നുള്ളൊരു സംശയം എനിക്കിന്ന് തോന്നി. അപ്പൊ എന്തായാലും അതോടെ ഇങ്ങനെ നടക്കട്ടെ, അതോടെ കിടന്നോട്ടെ, നമുക്ക് പിന്നെ നോക്കാം. വരും ദിവസങ്ങളിലൊക്കെ പലതും ഇങ്ങനെ അഴിഞ്ഞു വീഴുമല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ സായി പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോ മോർണിംഗ് ആക്ടിവിറ്റി, നമ്മുടെ നന്ദനയാണ് ബിഗ് ബോസിന്റെ മറ്റേ സാധനം മോർണിംഗ് ആക്ടിവിറ്റി വായിക്കുന്നത്. നന്ദനയ്ക്കുള്ള ആക്ടിവിറ്റി തന്നെയായിരുന്നു. നന്ദന മറ്റുള്ളവരെ പോലെ ആക്ട് ചെയ്യാം, മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് ആ സെയിം സാധനം നന്ദന കാണിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നന്ദനയ്ക്ക് രാവിലെ കിട്ടിയത്. നന്ദന ആ ഒരു സാധനം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. നമ്മുടെ സിജോയൊക്കെ, അതായത് ഒരാൾ ഇപ്പൊ ഫസ്റ്റ് നന്ദന അർജുനെയാണ് പിടിച്ചത്. അർജുൻ എന്തൊക്കെ ചെയ്യുന്നു, തല കുത്തി മറിയുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ നന്ദന കാണിക്കണം. അത് കഴിഞ്ഞ് അടുത്ത ആളെ നന്ദനയ്ക്ക് തന്നെ ചൂസ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ഓരോ ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അപ്പൊ നന്ദന ചൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഓരോ പരിപാടികൾ ചെയ്യും, അത് നന്ദന ചെയ്യണം. അത് വളരെ നല്ല ഗെയിം ആയിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്ദന നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിജോയൊക്കെ മറ്റേ പുഷപ്പ് എടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു, അപ്പൊ അതൊക്കെ നന്ദനയും ചെയ്തു. അതുപോലെ തന്നെ സിജോ അതിനിടയ്ക്ക് ടീഷർട്ട് ഊരിയപ്പോഴത്തേക്ക് നന്ദന ഊരുമെന്ന് വിചാരിച്ചു. നമ്മുടെ നന്ദന നേരെ സിജോ ഊരിയിട്ട് ടീഷർട്ട് ദേഹത്തോട്ട് ഇട്ടിട്ട് നേരെ അത് ഊരി താഴത്തേക്ക് എടുത്ത് കണ്ടു. ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് സ്പോട്ടിൽ ബുദ്ധി യൂസ് ചെയ്ത് നന്ദന കളിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി. നല്ലൊരു ഗെയിം ആയിരുന്നു. ഒരു ചെറിയ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു, ഗെയിം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. എന്തായാലും നന്ദന അത് സൂപ്പറായിട്ട് ചെയ്തു. അപ്പൊ നന്ദനയുടെ ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നോറ ചേച്ചിയാണ്. നോറ ചേച്ചി ബിഗ് ബോസിൽ നമ്മുടെ ക്യാമറയിലോട്ട് നോക്കി സ്ക്രീൻ സ്പേസ് അവിടെ ഇന്ന് മറ്റേ സ്വന്തമായിട്ട് കഥകൾ പറയുകയാണ്. അതായത് കോഴിക്കോട്ട് കൊറോണ കൊണ്ടുവന്ന ഞാനല്ലല്ലോ, പിന്നെന്തിനാ എന്നെ നാട്ടുകാർ കുറ്റം പറയുന്നത്, അങ്ങനെയുള്ള അവളുടെ ഒരു സാധനം ഉണ്ടല്ലോ, ഇമോഷണലി ഒരു സാധനം. അത് നമ്മുടെ നോറ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നോറയ്ക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, അവളുടെ ആ ഒരൊറ്റ കാര്യമാണ് പുറത്ത് നാട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത്, ഇമോഷണലി ഉള്ളൊരു സാധനം. അത് ഇന്നൊരു ഗെയിമിലൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ അത് തൂത്തുവാരി കൈ കൊടുക്കുന്നുണ്ട്. അവളുടെ ആ ഒരു ഡ്രാമ, അതൊരു വൃത്തികെട്ട ഡ്രാമയാണ് കേട്ടോ. നോറ എപ്പോഴെങ്കിലും പുറത്തിറങ്ങി കഴിയുമ്പോൾ ജനങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അത് മാത്രമാണ് നോറയുടെ ഒരു വീക്ക് പോയിന്റ്. അത് വളരെ വൃത്തികെട്ടൊരു ഗെയിമാണ് നോറ. അതാണ് ഗെയിമില് നോറ യൂസ് ചെയ്യുന്ന മെയിൻ ഒരു സാധനം, അതെ, ഇമോഷണൽ കഥകൾ. വലിയ കാര്യമൊന്നുമില്ല അതില്. അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ലാസിക് ടാസ്ക് കൊടുക്കുന്നുണ്ട്, റാങ്കിങ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് ഓരോ നമ്മുടെ മതിൽക്കുറ്റി പോലത്തെ നമ്മുടെ ഈ തൂണെന്ന് പറയത്തില്ല, തൂൺ പോലെ ഓരോരോ ചെറിയൊരു തൂണുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ 1, 2, 3, 4 എന്നുള്ളൊരു നമ്പേഴ്സും കൊടുത്തിട്ട് ഫസ്റ്റ് വരേണ്ട ആര്, ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിനകത്ത് ഫസ്റ്റ് വരേണ്ടത് ആര്, സെക്കൻഡ് വരേണ്ടത് ആര്, തേർഡ് വരേണ്ടത് ആര്, അങ്ങനെ ഓരോ സാധനം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പൊ ഓപ്പോസിറ്റ് മറ്റുള്ളവർ നിങ്ങളെ ഒപ്പോസ് ചെയ്യും. അപ്പൊ ഓപ്പോസ് എല്ലാം എതിർത്തിട്ട് എല്ലാവരും കൂടെ കൂടത്തിൽ തീരുമാനിക്കുന്ന ഒരാൾക്ക് അവിടെ നിൽക്കാം. അങ്ങനത്തെ ഒരു പരിപാടി, ഒരു റാങ്കിങ് പരിപാടി. അപ്പൊ അത് നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും. അപ്പൊ ഫസ്റ്റ് നമ്മുടെ നോറ, നമ്മുടെ നന്ദനക്കുട്ടിയാണ് ചാടിക്കേറി ഫസ്റ്റിന്റെ അവിടെ, ഫസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു തൂണിന്റെ അവിടെ നിന്നിട്ട് ഫസ്റ്റ് ഞാനാണ് എന്നും പറഞ്ഞിട്ട് നന്ദനയ്ക്ക് ഫസ്റ്റ് ആവാനായിട്ടുള്ള അവളുടെ കുറച്ച് ബെനിഫിറ്റ്, അവൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. അതെന്തായാലും ഏറ്റില്ല. നമ്മുടെ നൈസായിട്ട് സിജോ തന്നെ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, നീ എന്ത് കണ്ടന്റ് കൊടുത്തിട്ടാണ് നീ ഫസ്റ്റ് വരേണ്ടത് എന്നുള്ളൊരു സാധനം കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോയും ഈ ഫസ്റ്റിന് വേണ്ടി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, താൻ എന്ത് കണ്ടന്റ് ആണ് കൊടുത്തത്. അപ്പം ജിൻഡോയോട് സിജോ ആ ചോദിച്ചതിനോട് എനിക്ക് ഒട്ടും നന്ദനോട് ചോദിച്ചു നോക്കാം, നന്ദന ഒരു തേങ്ങയും നമുക്ക് തരുന്നില്ല, വലിയ കണ്ടന്റ് ഒന്നും, ചുമ്മാ കിടന്ന് ഒച്ച വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമല്ല, അല്ലാതെ വലിയ കണ്ടന്റോ ഗെയിമോ ഒന്നും നന്ദനയുടെ ഭാഗത്തൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇത് രാവിലെ കണ്ട മോർണിംഗ് ആക്ടിവിറ്റി പോലുള്ള പരിപാടികൾ നന്ദന കുറച്ച് ആക്റ്റീവാണ്. ആക്റ്റീവ് വേറെ, ഗെയിം വേറെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ആക്റ്റീവാണ് നന്ദന. പക്ഷെ ഗെയിമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പോരാ.
അപ്പൊ സിജോ നമ്മുടെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് താൻ എന്ത് കണ്ടന്റ് ആണ് തന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ ഉടനെ ജിൻഡോയൊക്കെ ചോദിക്കുന്നുണ്ട് വൃത്തികെട്ട വാക്കുകൾ താൻ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ തെറ്റായ മെസ്സേജുകൾ പുറത്തേക്ക് വിടുന്നു എന്നുള്ള ഒരു 2 കാര്യങ്ങൾ നമ്മുടെ സിജോയും ജാസ്മിനും കൂടെ ജിൻഡോയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ അതിനകത്ത് ഇതൊരു ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പ്രൊവോക്ക് ചെയ്യാനും അങ്ങനത്തെ ഒരു പരിപാടി, ഒരു ഗെയിമാണിത്. അപ്പൊ അവരെന്ത് പറയും, പക്ഷെ ഈ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ ചോദിക്കുന്നവരെന്ന് ആലോചിക്കണമായിരുന്നു. അതായത് സിജോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും, സിജോ എന്ന് പറയുന്ന വ്യക്തി എന്ത് കണ്ടന്റ് ആണ് ഇവിടെ ജനങ്ങൾക്ക് തന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ല സിജോയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക്, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗെയിം വരുമ്പോഴത്തേക്ക് സംസാരിച്ച് നാക്കുകൊണ്ട് സിജോ സംസാരിച്ച് നിൽക്കും. അല്ലാതെ വലിയ ഒരു സാധനം, ഒരു ഗെയിമോ ഒന്നും, ഒരു സ്ട്രാറ്റജിയും സിജോയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളത് നമ്മുടെ റോക്കിയുടെ ഇടി മേടിച്ച് വെളിയിൽ പോയി തിരിച്ചു കയറിയപ്പോൾ കുറച്ച് ഇമോഷണൽ, കുറച്ച് വോട്ട് സിജോയ്ക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു തേങ്ങയും സിജോയുടെ ഭാഗത്തുനിന്നില്ല, ഒരു കണ്ടന്റ് പോലും ഇല്ല. എന്താ തീ പറപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒരു തീ നമ്മൾ കണ്ടിട്ടില്ല ഇതിനായിട്ട്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റിയെങ്കിൽ ഓക്കെ, നമിക്കുന്നു. പക്ഷെ എനിക്കൊരു തേങ്ങയും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും. അതുപോലെ തന്നെ ജാസ്മിൻ പറഞ്ഞു തെറ്റായ മെസ്സേജുകൾ കൊടുക്കുന്നു, വൃത്തികെട്ട വാക്കുകൾ പറയുന്നു. സുന്ദരി മോൾ ആരെ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. ജാസ്മിൻ തെറ്റായ വാക്കുകൾ അവൾ ഉപയോഗിക്കാറേ ഇല്ല. അവൾ തെറ്റായ മെസ്സേജുകൾ പുറത്ത് ജനങ്ങൾക്ക് തന്നിട്ടേ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ജാസ്മിൻ തന്നിട്ടേ ഇല്ല. നമ്മളെല്ലാവർക്കും അറിയാലോ അത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് സിജോ തന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം അവിടെ കിടന്ന് ഈ ഫസ്റ്റിന് വേണ്ടിയുള്ള ഒരു അടി അവിടെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സായി ചേട്ടൻ ബ്രില്യന്റ് ഗെയിം എന്ന് ഞാൻ പറയും. ബ്രില്യന്റ്. ഇതാണ് സായി ഇതാണ്. ഞാൻ ഈ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നല്ലോ, സായി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ എവിടേക്ക് അടിയാൻ ഇടുവെന്നുള്ളത്. അത് ഇന്ന് കണ്ടു. സായിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വഴക്കവിടെ നടക്കുമ്പോൾ സാദി നൈസായിട്ട് സായി നമ്മുടെ 5th പൊസിഷന്റെ അവിടെ പോയി നിന്നു. സായിയും അതുപോലെ തന്നെ ശ്രീതു. എന്നിട്ട് സായി അവിടെ നിന്നിട്ട് എല്ലാരെയും വിളിച്ചേ, എല്ലാരും ഇങ്ങോട്ടൊന്ന് മൈൻഡ് ചെയ്യണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ. 5th വേണ്ടി ഞാനും ശ്രീതു ആണ് ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ ഇവിടെ വലുതായിട്ടൊന്നും മലമറച്ചിട്ടില്ല. ഫിസിക്കലി ഞാൻ ഡൗൺ ആണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിൽക്കാനുള്ള ഒരു ഇതില്ല, അതിനുള്ള ഒരു അർഹനല്ല. ഞാൻ 5th നിൽക്കാനുള്ള ഒരു അർഹനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 5th അല്ല 6th അവിടെ നിൽക്കുന്നത്. ഞാൻ 6th വരാനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ശ്രീതും മത്സരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു സാധനം സായി അവിടെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗെയിം ചേഞ്ച് ആയിരുന്നു. എല്ലാവരും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ സായി ഒന്ന് ടേൺ ചെയ്ത് വിട്ടു എല്ലാവരും. അപ്പൊ നേരെ എല്ലാവരും 6th അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് സായിയുടെ സംസാരം നിർത്തിയപ്പോഴത്തേക്ക് ശ്രീതു തുടങ്ങി. ശ്രീതു എന്തൊക്കെയാണ് അവർക്ക് 6th വരാനുള്ള ഒരു കാരണങ്ങൾ അവള് പറയുന്നു. അപ്പൊ ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്ക് ആളുകൾ എല്ലാവരും കൂടെ പ്രോബബ്ലി എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആർക്കാണോ, 2 പേര് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ 3 പേര് നിൽക്കുമ്പോൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ മെജോറിറ്റി അവരാണ് ആ ഒരു പൊസിഷനിൽ അർഹത എന്നുള്ളൊരു സാധനമാണ്. അപ്പം എല്ലാവരും കൂടെ നമ്മുടെ മെജോറിറ്റി നോക്കുമ്പോഴത്തേക്ക് സായിയെ 5th ആക്കുന്നു, 6th ആക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നു, നമ്മുടെ സെക്കൻഡില് നമ്മുടെ നോറ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ആർക്കും ഈ തൂൺ വിട്ടു തരത്തില്ല എന്നുള്ളൊരു മൂഡിൽ നോറ സെക്കൻഡിന്റെ മറ്റേ ആ തൂണ്ട മണ്ട കയറി ഇരിക്കുന്നതൊക്കെ കാണാം. അപ്പം ഈ ഒരു പരിപാടി അവിടെ കഴിയുന്നുണ്ട്. ഈ ഒരു സാധനം അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നടക്കുമ്പോഴത്തേക്ക് സായിയോടാണെങ്കിലും ശ്രീധുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നുണ്ട്. ഇപ്പം 6th ശരി 7th ശരി ഒരാൾ ആ ഒരു പൊസിഷന് വേണ്ടി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവര് കുറച്ച് കാര്യങ്ങൾ അവർ ആ ഒരു സ്ഥാനത്തിലേക്ക് ആ ഒരു പൊസിഷനിൽ എത്താനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആകെ മെയിൻ ആയിട്ട് ചെല്ലുന്നത് ജാസ്മിനാണ് ഞാനവിടെ കണ്ടത്. പിന്നെ സിജോ ചെല്ലുന്നുണ്ട്, റസ്മിനൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ റസ്മിന് ഞാൻ ഒരു വിലയും കൊടുക്കത്തില്ല. കാരണം അവള് ഒരു ക്വാളിറ്റി ഇല്ലാത്തവളാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഇപ്പൊ നമ്മൾ ജാസ്മിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ജാസ്മിന് ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ ഒരു ഗെയിമറാണ് ജാസ്മിൻ. റസ്മിന്റെ കാര്യത്തിൽ അതുമല്ല, ഒരു തേങ്ങയല്ല റസ്മിൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ഒരു സംസാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ 5th വേണ്ടിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അവിടെ 5th വേണ്ടിയിട്ട് നേരെ 6th സായി അവിടെ സെറ്റ് ചെയ്തു. ഗെയിം ഒന്ന് ടേൺ ചെയ്ത് ഇങ്ങോട്ട് വിട്ടു. അപ്പൊ 1st, 2nd, 3rd അങ്ങനെ പോകുന്നതിന് വരം ഇവിടുന്ന് തിരിച്ച് കളിക്കാൻ തുടങ്ങി. 6th കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ 5th നമ്മുടെ ജാസ്മിനും ഋഷിയും കൂടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ 5th വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ 1st വരാനോ 2nd വരാനോ ഒരാളല്ല, ഞാൻ കുറച്ച് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മോക്ക് അറിയാം, അതിലേക്ക് ഞാൻ വരാം. മോക്കിപ്പോ അറിയാം തെറ്റുകളൊക്കെ നടന്നു. ഇത്രയും കാലം അവൾ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നടന്നോളാം. അവളുടെ വാപ്പയും ഉമ്മയും വന്നപ്പോഴും പിന്നെ എന്തൊക്കെയോ അതിനകത്തൊരു സംസാരം, പുറത്തെ കാര്യങ്ങൾ എന്തായാലും ഒരു പകുതി മുക്കാലും അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇപ്പൊ പറയുന്നുണ്ട് ഒന്നും ഞാൻ ചെയ്തത് ശരിയല്ല എന്നുള്ളൊരു സാധനം. ഇത്രയും കാലം അവൾ ചെയ്തതെല്ലാം ശരിയെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പൊ അത് മാറ്റി പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം,
പുറത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും ജാസ്മിൻ 5th വന്നിട്ട് ആ ഒരു കഥയാണ് പറയുന്നത്. ഞാൻ 5th എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മേലോട്ട് പൊക്കോളാം, അതുകൊണ്ട് ഞാൻ 5th അർഹതയാണ്. ഋഷിയും അവൻ നിന്നിട്ട് അവന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സിജോ എടുത്തതായി പറയുന്നത് ജാസ്മിൻ 5th ഒരു അർഹതയില്ല, നിന്റെ ഭാഗത്ത് തെറ്റുകൾ മാത്രമേ ഉള്ളൂ, നീ ഇവിടെ നിൽക്കേണ്ട ഒരാളല്ല എന്നുള്ളൊരു സാധനം മുഖത്ത് നോക്കി അടിക്കുന്നുണ്ട്. അങ്ങനെ ഋഷിയെ 5th ബാക്കി എല്ലാവരും കൂടെ മജോറിറ്റി തീരുമാനിച്ച് ഋഷിയെ 5th ആക്കുന്നു. പിന്നെ 4th വേണ്ടിയുള്ള മത്സരം, അത് നമ്മുടെ റസ്മിൻ ശ്രീതു ആണ് നിൽക്കുന്നത്. റസ്മിൻ മറ്റേ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ പോയി, ഒറ്റ ഡയലോഗിൽ അവിടെ തീർത്ത് കളഞ്ഞു സിജോ. യെല്ലോ കാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് നീ, നിന്റെ കയ്യിൽ നിന്ന് കാണിക്കാവുന്നതിന്റെ എല്ലാം നീ കാണിച്ചു ഇവിടെ, നീ വേണ്ട എന്നുള്ള ഒരു സാധനം മുഖത്ത് നോക്കി അടിക്കും. അത് റസ്മിന് മറ്റേ മുഖത്ത് നല്ല രീതിയിൽ ചെവിക്കെല്ലാം നോക്കി അടി കിട്ടിയ ഒരു ഫീൽ ആയി പോയി. അവിടുന്ന് റസ്മിൻ ഒന്നും മിണ്ടാതെ, പിന്നെ മജോറിറ്റി നോക്കിയപ്പോഴും ശ്രീതു ആണ് 4th വന്നത്. അങ്ങനെ റസ്മിൻ മെല്ലെ അവിടെ എണീറ്റ് പോയി മാറിയിരുന്ന് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതാണ്. ഒന്നും മിണ്ടാന്നല്ല, എനിക്ക് തോന്നുന്നു അൻസിബയോട് ആരോടോ അടുത്ത് വിളിച്ചിരുത്തി അവിടെ കഥ പറയുന്നുണ്ട്. അത് പിന്നെ വരുമല്ലോ, കഥ പറയണമല്ലോ, അത് ആരാണെങ്കിലും നമ്മുടെ നോറയുടെ കൂട്ടുകാരിയാണല്ലോ, അപ്പൊ എന്താണെങ്കിലും അത് കാണിക്കും. അപ്പൊ ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് പിന്നെ തേർഡിലേക്ക് ആരൊക്കെ മത്സരിക്കുന്നുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്ക് 3rd നമ്മുടെ അർജുനാണ് നിൽക്കുന്നത്. അർജുൻ എല്ലാവരും ഒരു പരിധി മുക്കാൽ മജോറിറ്റി ആൾക്കാരും അർജുനെ തന്നെ ചൂസ് ചെയ്യും, അർജുൻ നിൽക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡിലേക്കുള്ള ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ട്. അതായത് നോറയാണ് സെക്കൻഡിൽ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നോറ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ മറ്റേതാണ്, ഞാൻ മറിച്ചതാണ്, ഞാൻ വന്നപ്പോ തൊട്ട് തേങ്ങ ഉണ്ടാക്കി മാങ്ങ ഉണ്ടാക്കി. ഒറ്റ ഡയലോഗ്, ജാസ്മിൻ വന്നു എന്നൊരു ഒറ്റ ഡയലോഗ് അടിച്ചു. ആരും ഒന്നും മിണ്ടുന്നുമില്ല. നോറയുടെ വായടഞ്ഞു പോയി. നോറ നീ ഇമോഷണൽ ഡ്രാമയാണ്. അതായത് നോറ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ആ ഒരു സംസാരം, അതായത് നോറയുടെ കാര്യങ്ങൾ, അവള് എന്ത് ക്വാളിറ്റി കൊണ്ടാണ് സെക്കൻഡിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ അവള് പറയുമ്പോഴത്തേക്ക്, രണഭൂമിയിൽ ഞാൻ ആ ഒരു ഗെയിമിലൊക്കെ എനിക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരെ വരും, എന്നിട്ട് വരെ ഞാൻ ആ ഗെയിം നന്നായിട്ട് കളിച്ചു എന്നൊരു സാധനം പറഞ്ഞപ്പോ തന്നെ ജാസ്മിൻ ചാടി വീണിട്ട്, നോറ നീ ഇമോഷണൽ ഡ്രാമയാണ്, ഇതാണ് നീ ഒരിക്കലും സെക്കൻഡിൽ വരേണ്ട ഒരാളല്ല. ഈ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലേ എല്ലാവർക്കും അവിടെ അതങ്ങ് പിടിച്ചുപോയി. കാരണം നോറ പറഞ്ഞ ഇത് ഇമോഷണൽ ഡ്രാമയാണ് നോറ. അവക്ക് എന്താണോ, കാരണം അവളവിടെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഈ ശ്വാസം മുട്ടൽ വരുന്ന ഒന്നെങ്കിൽ പൊടി അടിച്ചിട്ടോ, അല്ലെങ്കിൽ വല്ല ഹൈക്കിംഗ് ഒക്കെ കയറുമ്പോഴോ, അല്ലെങ്കിൽ തണുപ്പ് വരുമ്പോഴോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളപ്പോഴാണ്. അല്ലാതെ വെയിൽ കൊള്ളുമ്പോൾ ഒരാൾക്ക് ശ്വാസം മുട്ടൽ വരിക എന്നുള്ളൊരു പരിപാടി ഞാൻ കേട്ടിട്ടില്ല. ഇനി എന്റെ തെറ്റായിരിക്കാം. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് ബേസിക്കലി എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ വിഷ്വൽ നമ്മുടെ ടിവിയിൽ എപ്പിസോഡ് കണ്ടപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. അതായത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഹെൽത്ത് വൈസ്, ലൈക്ക് നമ്മൾ ചില ആളുകൾക്ക് ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ എങ്ങും കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കഥകളൊക്കെ നോറ അടിച്ചുകൊണ്ട് തന്നെ നോറയെ അകത്തോട്ട് കയറ്റുന്നില്ല. നോറ സെക്കൻഡ് വേണ്ട, സെക്കൻഡിലേക്ക് ജിൻഡോ ചേട്ടനെ ആക്കി കഴിഞ്ഞു. ജിൻഡോ അങ്ങനെ സെക്കൻഡായി. പിന്നെ ഫസ്റ്റിനുള്ളൊരു പരിപാടി. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ആരൊക്കെയാണ് ഫസ്റ്റിലേക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഉടനെ അതുപോലെ തന്നെ ഈ സെക്കൻഡിലേക്ക് ജാസ്മിനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒരു വോട്ട് പോലും ജാസ്മിനെ കിട്ടുന്നില്ല. മെജോറിറ്റി എന്ന് പറഞ്ഞ് ഒരാൾ പോലും പറയുന്നില്ല ജാസ്മിൻ സെക്കൻഡ് വേണമെന്ന്. ജാസ്മിൻ ചോളിപ്പോയി എന്തായാലും. അത് കഴിഞ്ഞ് ഫസ്റ്റിലേക്കുള്ള ബിഗ് ബോസ് പറഞ്ഞ ആരൊക്കെയാണ് നിൽക്കുന്നത്, അപ്സര, അബി, സിജോ, നന്ദന, എല്ലാരും ഫസ്റ്റിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റിലേക്ക് നിന്നിട്ട് അപ്സര സംസാരിക്കുന്നുണ്ട്, അബി സംസാരിക്കുന്നുണ്ട്, സിജോ സംസാരിക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ ഈ ബിഗ് ബോസ് ഇത് പറഞ്ഞ ഉടനെ തന്നെ ജാസ്മിൻ മൂലക്കൂടെ സൈഡിൽ കൂടെ നടന്നു പോയിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് എത്താനുള്ള ആളായിട്ടില്ല ഞാൻ, അതുകൊണ്ട് ഞാൻ പോവാണെന്ന്. അത് പറയേണ്ട കാര്യമില്ല ജാസ്മിൻ. നീ ഫസ്റ്റ് നിന്നാലും സെക്കൻഡ് നിന്നപ്പോ നിന്നെ നാണം കെടുത്ത് വിട്ട പോലെ നീ നാണം കെട്ട് പോകത്തുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ആരും നിന്നെ പിടിച്ച് അവിടെ നിർത്തത്തില്ല. നീ ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ അതിനകത്തുള്ള കുറച്ച് ഗെയിം കളിക്കുന്ന ആളുകളിൽ നല്ലൊരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ. പക്ഷേ ഒരു ഗെയിമർ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഒരു വിന്നർ ആവണമെങ്കിൽ അതിനകത്ത് ഗെയിം മാത്രം പോരാ. അയാളുടെ, എന്നെ സംബന്ധിച്ച് ഗെയിം മാത്രമല്ല, ഗെയിമും വേണം. ഒരു 90% ഗെയിം ആണെങ്കിൽ ഒരു 10% അയാളുടെ ക്യാരക്ടർ, പേഴ്സണലി അയാൾ എങ്ങനെയാണ് എന്നുള്ള ഒരു സാധനങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കണം. അവിടെ ഇത്രയും കാലം വന്നിരിക്കുന്ന ആൾക്കാരിൽ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇൻക്ലൂഡിങ് ഞാനിപ്പോ പറയട്ടെ, നമ്മുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന സാബുചേട്ടൻ ഉൾപ്പെടെ, സാബുചേട്ടൻ ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. മുഖത്ത് നോക്കി പറയും, വീഡിയോ ഉണ്ടാക്കി ചിലപ്പോൾ തെറി പറയും. പക്ഷേ പുള്ളിയെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ നല്ല ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ജാസ്മിന്റെ കാര്യത്തിൽ അതല്ല. പേഴ്സണലി നിന്റെ ക്യാരക്ടർ നോക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ഒരു പെൺകുട്ടിയെ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. വായിൽ നിന്ന് വീഴുന്നതും കഥകൾ ഉണ്ടാക്കുന്നതിനകത്തും ഒളിഞ്ഞു കേൾക്കുന്നതും. ഞാൻ പറഞ്ഞല്ലോ മിനിഞ്ഞാന്നത്തെ ആ ഒരു നോറയുടെ ഫാമിലി വന്നപ്പോ അവിടെ നോറയുടെ അല്ല, നമ്മുടെ അബിയുടെ ഫാമിലി, അബിയുടെ പെങ്ങളും അബിയും കൂടെ സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് ഇപ്പറേ വന്നിരുന്ന് പറയുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് ജാസ്മിൻ. ആ ഒരു ജാസ്മിനെ അവളുടെ പേഴ്സണൽ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ എന്തായാലും ഈ ഫസ്റ്റിന് വേണ്ടി മത്സരിച്ചപ്പോഴത്തേക്ക് അബിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അങ്ങനെ അബി ഫസ്റ്റ് ആവുന്നുണ്ട്.
സിജോ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ കോൺട്രിബ്യൂട്ട്, ഈ ഒരു സിജോയും അബിയും അപ്സരയൊക്കെ ആണല്ലോ ഫസ്റ്റിലേക്ക് മത്സരിച്ചത്. അപ്പം ഈ ഒരു ഓരോ ആൾക്കാർ അവരെ പറ്റി സംസാരിക്കുമ്പോഴും നമ്മുടെ അബി ഫസ്റ്റ് പറഞ്ഞത് 4 തവണ ഞാൻ നോമിനേഷനിൽ നിന്നു, നോമിനേഷനിൽ ഡയറക്റ്റ് വന്നിട്ട് പോലും ആൾക്കാർ എന്നെ കയറ്റി വിട്ടു. അപ്പം എന്നെ ആളുകൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വരേണ്ട ഒരാളാണ്, ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ട ഒരു വ്യക്തിയാണ്, എന്നെ ജനങ്ങൾക്ക് വേണം, ഞാൻ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അബി സംസാരിച്ചത്. എന്തായാലും അബിയുടെ നല്ലൊരു സംസാരമായിരുന്നു. സിജോ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ മറ്റേ തേങ്ങ മാങ്ങയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല സിജോ ബ്രോ താങ്കൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു കണ്ടന്റും താങ്കളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ ഗിടി കൊണ്ട് പുറത്തു പോയ ആ ഒരു ഇമോഷണൽ പരിപാടി താങ്കൾക്കുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അബി തന്നെ ഫസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ നന്ദന അപ്പൊ ഈ ഫസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നന്ദനയ്ക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പറയാം, ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നന്ദന അവിടെ നിന്ന് ഓടിപ്പോകുന്ന കാണാം. എല്ലാവർക്കും എന്നെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു നന്ദന അപ്പോഴും അവളുടെ ഒരു ക്യാരക്ടർ കാണിക്കുകയാണ് ഞാൻ പക്ഷെ അങ്ങനെ അല്ല. നന്ദനയ്ക്ക് നല്ല സങ്കടമുണ്ട്. നന്ദനയ്ക്ക് സങ്കടം വന്ന കാര്യം ഈ ഒരു നന്ദന അവിടെ ഈ ഒരു ഫസ്റ്റിനും സെക്കൻഡിനും ഒക്കെ വേണമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ സായി ആണെങ്കിലും സിജോ ആണെങ്കിലും നന്ദനയുടെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ് അതിനകത്ത്. പക്ഷെ അവര് രണ്ടുപേരും നന്ദനെ നോമിനേറ്റ് ചെയ്യുവോ ഒന്നും ചെയ്തില്ല. സിജോ മറിച്ച് നന്ദന നീ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനം പറയുമായിരുന്നു. അത് നന്ദനയ്ക്ക് കൊണ്ടു. അത് ഇതിന് ശേഷം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് അഭി വന്നു, അത് വേണ്ടി നന്ദന ഈ ഒരു ഡയലോഗ് അടിച്ച് പോകുന്നതിന്റെ മെയിൻ സാധനം നന്ദനയുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. അത് കുറച്ച് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്റ്റനായിട്ട് അഭി വരുന്നുണ്ട്. അപ്പം ജാസ്മിൻ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഒരു സമ്മാനം കൂടി ഉണ്ട്. ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് വന്നിട്ടൊരു കാര്യം പറയും, ഫസ്റ്റ് ആയ ആൾക്ക് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ എന്നിട്ട് ബിഗ് ബോസ് പറയും ഫസ്റ്റ് ആയ ആള് ക്യാപ്റ്റൻ ആണ് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ അയ്യോ ഞാൻ പേടിച്ചു പോയി, ഇനി വേറെന്തെങ്കിലും സാധനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സാധനം അവളവിടെ പറയുന്നത് കേട്ട്. ഞാൻ പറഞ്ഞല്ലോ അവളുടെ മനസ്സ് അതാണ്. ജാസ്മിൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, മറ്റേ കുശുമ്പും കുന്നായ്മയും നിറഞ്ഞൊരു അങ്ങനത്തെ ഒരു ഐറ്റം. അതാണ് എനിക്ക് അവളെ ആ ഒരൊറ്റ കേസിലാണ് ജാസ്മിനെ എനിക്ക് പേഴ്സണലി, ഗെയിമറായിട്ടല്ല പേഴ്സണലി ഒരു പേഴ്സണൽ ക്യാരക്ടർ, അവളുടെ ക്യാരക്ടറിനെ ഇഷ്ടമല്ലാത്തത്. അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാണിക്കുന്നത് നമ്മുടെ നോറ അവിടെ സംഭവിച്ചപ്പോൾ അവിടെ ഇത്രയും പരിപാടി നടന്നില്ല. അപ്പൊ അവൾക്ക് ഒന്നും കിട്ടിയില്ല. അവളൊക്കെ കറങ്ങി തിരിഞ്ഞ് മറ്റേ 10 അങ്ങോട്ടൊക്കെ പോയിരിക്കുന്നേ കണ്ടല്ലോ. 10 ജാസ്മിൻ, 11 9 ഒക്കെ പോയിരിക്കുന്നേ നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ കുറെ കഥകൾ കാണും ഇനിയും വിളമ്പാനായിട്ട്. അത് അഭിഷേകും ഋഷിയൊക്കെ ആയിട്ടിരുന്ന് വിളമ്പുന്ന ഒരു പരിപാടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവര് കേൾക്കാനിരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഇടയ്ക്ക് അഭിഷേകിന്റെ അടുക്കലും ഋഷി അടുക്കലും ഒക്കെ നമ്മുടെ നോറക്കുട്ടി അവക്ക് എന്നെ എന്തുകൊണ്ടാണ് ആരും ഇത് ചെയ്യാത്ത, നോമിനേറ്റ് ചെയ്യാത്ത, ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും ഞാൻ നല്ല ഗെയിമർ അല്ലേ, എനിക്ക് എന്തൊക്കെ സമ്മാനം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അവള് മറ്റേ ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അത് ബിഗ് ബോസിൽ ഗെയിം കളിച്ചപ്പോൾ ഓരോ സമ്മാനം കിട്ടിയെ കൊണ്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ലാലേട്ടൻ ടീഷർട്ട് തന്നു, ഈ കഥകളൊക്കെ പറയുന്ന കാണാം. അപ്പം നോറയോട് എനിക്ക് പറയാനുള്ളത്, മോളെ നീ ഈ ഒരു കഥകളൊക്കെ നീ തള്ളുന്നോണ്ടാണ് ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതും നീ ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ട് പലർക്കും തോന്നുന്നതും. ആ വീട്ടിലുള്ളവർക്ക് നമുക്ക് നീ ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഫേക്ക് പേഴ്സൺ ആയിട്ട് അവിടെ ഉള്ളവർക്ക് തോന്നുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. എന്തെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. നിന്റെ വീട്ടുകാർ വന്നിട്ട് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കിയിട്ട് പോലും നിനക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അവർക്ക് പിന്നെ ഉള്ളത് മുഖത്ത് നോക്കി എല്ലാം കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ തന്നെ കുറെ നേരം അബിയോടും ഋഷിയോടും ഒക്കെ ഇങ്ങനത്തെ കഥ പറയാൻ നിന്നിട്ട് അബി കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല അഭിഷേകാസ്, അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നമുക്കും അറിയാം. നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോറയോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവള് നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. അവള് പറയുന്നത് കേൾക്കാൻ അവൾക്ക് ആരെങ്കിലും ഒക്കെ വേണം. അത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, പുറത്തേക്ക് ആളുകളുടെ സ്നേഹം പിടിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ചൊന്നും നോറ നിങ്ങൾ ആരും പറയുന്ന കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നേരെ കിച്ചണിലേക്ക് നോറ പോകുന്നതാണ്. അവിടെ അൻസിബയും റഷ്മിനും ശ്രീതും ഒക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ടും അവളുടെ കഥകൾ പറയാൻ അവള് മറ്റേ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു പരിപാടി. എന്നെ മറ്റേതാണ് മറിച്ചതാണ്, എനിക്കത് കിട്ടാൻ എന്താ വാല്യൂ ഇല്ലേ, ഞാൻ നല്ല ഗെയിമർ അല്ലേ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതിന്റെ ഇടയ്ക്ക് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇവിടെ എന്നുള്ളൊരു സാധനമൊക്കെ അവള് പറയുന്നുണ്ട്. ആ ഡയലോഗിൽ ശ്രീതു കയറി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, റസ്മിൻ പോച്ച റസ്മിൻ, റസ്മിൻ പോച്ച റസ്മിൻ എന്നുള്ളൊരു സാധനം ചോദിക്കുന്നത്. അതായത് റസ്മിനും നോറയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും തീർന്നെന്നുള്ളൊരു സാധനമൊക്കെയാണ് ചോദിക്കുന്നത്. നോറയ്ക്ക് ആ ഒരു സാധനമൊക്കെ അടിക്കാൻ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയാൻ കാരണം അവള് സെക്കൻഡ് ഒക്കെ ആയിട്ട് നിൽക്കാൻ നിന്നപ്പോഴത്തേക്ക് നോറ, ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കാര്യം പറയാലോ, നമ്മുടെ നോറ സെക്കൻഡ് വേണ്ടി മത്സരിച്ചപ്പോഴത്തേക്ക് അവളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റൻസിമ എന്ന് നമ്മുടെ റസ്മിൻ ബായ് കുറച്ചൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ ആ ഒരു സ്ഥാനം അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ റസ്മിനും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും നോറയ്ക്കുള്ളത്. അതാണ് ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളൊരു സാധനം നോറ പറയുന്നത്. നോറ എങ്ങനെ ചിന്തിച്ചു പോകും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒളിച്ചു കേൾക്കുന്ന പരിപാടി, അങ്ങനത്തെ പരിപാടികളും
കൊനഷ്ടം കുന്നായ്മ കുറച്ചൊക്കെ ഉള്ളൂ. ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നന്ദന കട്ടിലിൽ കിടക്കുന്ന കാണിക്കുന്നുണ്ട്. നന്ദന എടുക്കുക സിജോയും നമ്മുടെ സായിയും വന്നിരുന്ന് വാ മോളെ കഴിക്കാൻ പോകാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആട്ടിവിടുന്ന ഒരു പരിപാടി അവിടെ കാണുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു സംഗതിയാണ് നേരത്തെ പറയാന്ന് വെച്ചിരുന്നത്. അതായത് ഈ സായിയും അതുപോലെ തന്നെ സായി പിന്നെയും കുഴപ്പമില്ല, നമ്മുടെ സിജോ ഭയങ്കരമായിട്ട് ഒട്ടും അടുത്തില്ല. നന്ദന ഓരോ ഇതിനു വേണ്ടി നന്ദന അത് പേഴ്സണൽ ആയിട്ട് എടുത്തത്, ആ പ്രശ്നം. അവർ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ലല്ലോ. എന്നിട്ട് അവള് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണോ, ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാ വന്നേ. കാരണം നന്ദന ഒരു ചേട്ടന്മാരെ പോലെ അവരെ രണ്ടിനെയും കണ്ടു, നല്ല ഫ്രണ്ട്സ് ആയിട്ട് കണ്ടു. പക്ഷെ ഒരു ഗെയിം എത്തിയപ്പോഴത്തേക്ക് അവര് ഗെയിമേഴ്സ് ആയി മാറി. എന്ന് വെച്ചാൽ സിജോ മറ്റേ വലിയ ഗെയിമറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും അവർ കുഞ്ഞു ഗെയിമേഴ്സ് ആയി മാറി. സായി പിന്നെയും ബുദ്ധിപൂർവ്വമായിട്ടുള്ള സൈഡിൽ കൂടെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ നല്ല കാര്യം. സായി അങ്ങനെ മുന്നേറി വരട്ടെ. അപ്പൊ നന്ദനയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് കലിപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ മോള് അഭിഷേകിന്റെ അടുക്ക് വന്നിട്ടുണ്ട്. അഭി നീ ഫസ്റ്റ് വരേണ്ട ഒരാളല്ല എന്നുള്ള മറ്റേ അവളുടെ ചൊറിച്ചില് അത് അവിടെ വന്നിരുന്ന് കാണിക്കാൻ വന്നു. നീ ഫസ്റ്റ് വരേണ്ട ഒരാളല്ല, നീ ഇപ്പൊ അതിനുള്ള ഒരാളല്ല എന്നുള്ള ഒരു സാധനമൊക്കെ പറയുമ്പോഴത്തേക്ക് അഭി ഒരു ഡയലോഗ് അടിക്കും, ഒരു ഒറ്റ ഡയലോഗ്. എനിക്ക് സത്യം പറഞ്ഞ ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടു. നിന്റെ ശരികൾ ശരിയല്ല, നീ അത് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു ജാസ്മിൻ. കാരണം ജാസ്മിൻ പറയുന്നത് അഭി അവിടെ ഒരു ഫസ്റ്റിന് അല്ലെങ്കിൽ ഫസ്റ്റിന് വേണ്ടുന്ന ആ ഒരു സാധനം അഭി എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റിന് അർഹനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളൊരു സാധനം എന്റെ വിശ്വാസം എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതുകൊണ്ടാണ് അഭി ഇങ്ങനെ ഒരു സാധനം പറയുന്നത്. നീ വിചാരിക്കുന്നതും നീ പറയുന്ന ശരികളും അതൊരിക്കലും ശരിയല്ല. അതിവിടെ പലരും പലരും പറഞ്ഞു. അതിവിടെ ആർക്കും നിന്റെ ശരികൾ ശരിയല്ല, നീ തെറ്റാണ്, നീ കാണിച്ച പല കാര്യങ്ങളും തെറ്റാണ്. എന്നിട്ട് ഒരു കാര്യം അവിടെ പറയാതെ പറഞ്ഞു പോയി. അതായത് നിന്റെ വാപ്പ വന്നപ്പോ പറഞ്ഞു, അല്ലല്ല അത് വിട് എന്നൊരു ഡയലോഗ് അവിടെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തെന്ന് 2 പ്രാവശ്യം ചോദിച്ചു. എന്നിട്ട് പിന്നെ ജാസ്മിൻ കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? സാധാരണ ജാസ്മിൻ ആണെങ്കിൽ അത് പിന്നെയും ചോദിക്കാൻ പോകും, എന്താണ് കാരണം എന്നറിയാൻ. പക്ഷെ ഇതെന്തോ അവക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവിടെ കുറച്ചുപേർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസിന്റെ ഉത്തരവായിരിക്കാം അത് പുറത്ത് പറയേണ്ട എന്നുള്ള. അതുകൊണ്ട് തന്നെ അബിയുടെ വായിന്ന് വന്നു, പക്ഷെ അബി അത് മിഴുങ്ങിക്കളഞ്ഞു. കാരണം അത് പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാകുമല്ലോ. ബിഗ് ബോസ് അണ്ണനൊക്കെ കള്ളനാണെന്ന് പുറത്തു വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിപാടി അങ്ങനെ അഭി തന്നെ വായങ്ങ് അടച്ചു കളഞ്ഞു. നല്ലൊരു കാര്യം, അഭി അത് പുറത്തു പറയാതിരിക്കട്ടെ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഈസ്റ്റേണിന്റെ ഒരു പ്രൊമോഷണൽ ഒരു ഗെയിം ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നു ആ ഗെയിം. ഗെയിമിനെ പറ്റി ഒന്നും പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നും ഇല്ലടേ, അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. ഈ പ്രൊമോഷണൽ ഞാനും കൂടെ എന്തിനാ ഈസ്റ്റേടെ മറ്റേ പൊക്കാൻ പോകുന്നത്, എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അവിടുത്തെ ആൾക്കാരുടെ പേഴ്സണൽ ക്യാരക്ടേഴ്സും അവരുടെ ഗെയിമിനെയും പറ്റിയും സംസാരിക്കാനാണ് ഇരിക്കുന്നത്. ഇതൊരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഇതൊരു പ്രൊമോഷണൽ ഒരു സാധനം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ നടന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇഷ്ടമല്ല. ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറെ എനിക്ക് പിന്നെയും ഇഷ്ടമാണ്, ആ ഒരു വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ല. സിജോ എന്ന് പറയുന്ന ഒരാള് അയാൾ വലിയ കണ്ടന്റ് ഒക്കെ തരുന്നുണ്ടെന്നാണ് അയാളുടെ ഒരു വിശ്വാസം. പക്ഷെ ഒരു തേങ്ങ ഇവിടെ പുറത്തേക്ക് വരുന്നില്ല. സായി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സായിയുടെ ചില പോയിന്റ് അധികം മറ്റേ സായിയുടെ ഒരു ബ്രില്യൻസ് അതാണ്. ചുമ്മാ കിടന്ന് ഒച്ച വെക്കാനോ ചുമ്മാ എല്ലായിടത്തും ചാടിക്കേറി ഓടാനോ ഒന്നും പോകുന്നില്ല. ചില സമയത്ത് ഒരു ട്വിസ്റ്റ് ചെയ്ത് വിടും സായി. അത് ഇന്നത്തെ എപ്പിസോഡിലാണ് എനിക്ക് തോന്നുന്നു വന്നതിന് ശേഷം ഒരു ട്വിസ്റ്റ് സായി നടത്തി വിട്ടത് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇന്നത്തെ ഒരു എപ്പിസോഡിലാണ്. അതെന്തായാലും കൊള്ളായിരുന്നു. അത് ബാക്കിയുള്ളവരെല്ലാവരും സായിയുടെ ആ വഴി പിടിച്ച് നേരെ മാറിപ്പോകുന്ന ഒരു സാധനം ഞാൻ കണ്ടു. പിന്നെ ജിൻഡോ ഇപ്പം ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ 2-3 എപ്പിസോഡായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ജിൻഡോ നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതുള്ള ഒച്ചവെപ്പ്, ആവശ്യമില്ലാതായിട്ടുള്ള വായിന്ന് വീഴുന്ന വാക്കുകൾ, ഇതൊക്കെ ജിൻഡോ സത്യം പറഞ്ഞാൽ കൺട്രോൾ ചെയ്തു കേട്ടോ. ആ ഒരു കാര്യത്തിന് ആ ഒരു മനുഷ്യനെ സത്യം പറഞ്ഞാൽ അയ്യോ അയാൾക്കൊരു ക്ലാപ്സ് കൊടുക്കണം. ഇങ്ങനൊരു കാര്യം പുള്ളിക്ക് അവിടെ വന്നിട്ട് നേടാൻ പറ്റിയില്ല. അതൊരു വലിയ കാര്യമല്ല ജിൻഡോ ചേട്ടാ. എന്തെങ്കിലും നിങ്ങളത് കാണുമ്പോ വലിയൊരു കാര്യം തന്നെ അതവിടെ പലർക്കും പറ്റുന്നില്ല, നിങ്ങൾക്ക് അത് പറ്റി, അത് വലിയൊരു കാര്യം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ആ എക്സ്ക്ലൂസീവ് സംഗതി എന്താന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞത് വെച്ച് ഈ 6 സീസണിലുമായിട്ട് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടിയ ഒരു വ്യക്തി ഈ ഒരു സീസണിൽ, അതായത് പേർ ഡേ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന വ്യക്തി ഈ ഒരു സീസണിലാണ്, സീസൺ 6-ലാണ്. അതാരാണ്? ആ പേര് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങളൊന്ന് ഊഹിച്ചിട്ട് ഞാൻ പേഴ്സണലി ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. അതിന് എനിക്ക് കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ അത് ഫ്രം ദ റിലവന്റ് സൈഡാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ബിഗ് ബോസിലെ വൈൽഡ് കാർഡ് എൻട്രി വഴി കുറച്ച് ആളുകൾ കയറുമ്പോഴത്തേക്ക് അതിനകത്ത്
2 ആളുകളുടെ പേര് അവരെ കൺഫേം ചെയ്ത് പറഞ്ഞൊരു വ്യക്തിയാണ്. അവരുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതെന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ബാക്കി ആര് പറയുന്നതിന് മുമ്പ്, ഇവർ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ ഞാൻ പറഞ്ഞ ഒരാളാണ്. കാരണം എനിക്ക് അത്ര റിലവന്റ് സോഴ്സിൽ നിന്നാണ് ആ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും ദ ബെസ്റ്റ് സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് എനിക്കത്. 6th ഈ ഒരു സീസൺ 6 ഡെയിലി ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന വ്യക്തിയുള്ളത്. അതാരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തതിന് ശേഷം വേറൊരു എപ്പിസോഡിലായിട്ട് അത് ആരാണെന്ന് ഞാൻ പറയാം. അപ്പോ